വാവാ ഈശോയെ, വാവാ ഹൃത്തിൽ വാ, എൻ്റെ ഉള്ളിൽ വാഴും ഈശോ, നിന്നെ ഞാനിന്ന് ആരാധിക്കാം. തുടങ്ങാം. റെഡി? വാവാ ഈശോയേ, വാവാ ഹൃത്തിൽ വാ. സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ ഇവിടെ ആയിരിക്കുകയാണ്. ദൈവമാന്റെ ആദ്യ കുർബാന സ്വീകരണം കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവത്തിന്റെ അല്ലെങ്കിൽ വലിയൊരു കൃപയുടെ നിമിഷമാണ്. ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മോനെ ദൈവത്തിന്റെ ഹൃദയമായിട്ട് കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പ്രകാശം എന്നിൽ വസിക്കുന്നവർ, എൻ്റെ പ്രകാശത്തിലായിരിക്കുന്നവർ അന്ധകാരത്തിൽ വസിക്കുകയില്ല എന്ന വചനത്തെ ഓർത്തുകൊണ്ട് ഈ മോൻ എപ്പോഴും അവരുടെ ജീവിതത്തിലെ മുഴുവനും ഈശോയെ സ്വീകരിച്ച അനുഭവത്തിൽ തന്നെ തുടരുവാൻ വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾക്കും വലിയ അനുഭവവും അനുഗ്രഹവുമായി വളരുവാൻ, സമൂഹത്തിനും വലിയ നന്മകളൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ ശാരീരികമായ വളർച്ചയ്ക്കൊപ്പം അവൻ ആത്മീയമായിട്ടുള്ള എല്ലാ ഉണർവും വളർച്ചകളും ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി അവൻ്റെ മാതാപിതാക്കൾ അവനെ ഒരുക്കുകയും ചെയ്തിട്ട് പ്രത്യേകമായുള്ള കൂട്ടായ്മകളൊക്കെ ദൈവമേ അങ്ങ് ഇഷ്ടപ്പെടുന്നു. ഞങ്ങളിവിടെ പങ്കുചേരുന്നുവെങ്കിലും സന്തോഷത്തിന്റെ നിമിഷങ്ങളാണെങ്കിലും നിങ്ങൾ എല്ലാവരുടെയും ഉള്ളിൽ ഈശോയെ പ്രാർത്ഥനയുടെ ഒരു അനുഭവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി കർത്താവിന്റെ വലിയ കരങ്ങൾ, വലിയ കൃപ, വലിയ അനുഗ്രഹം ഇവന്റെ മേലെ ഇവന്റെ വളർന്നു വരുന്ന ഓരോ നിമിഷങ്ങളിൽ എവിടെയാണെങ്കിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം ഈശോയുടെ വലിയ അനുഭവം ഉണ്ടാകുവാൻ വേണ്ടി, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടുന്ന വലിയ അനുഗ്രഹവും കൃപയും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങ് എല്ലാവരുടെയും പേരിൽ അനുഗ്രഹങ്ങൾ ആശംസകൾ നേർന്നുകൊണ്ട് നിത്യപിതാമത്തിന്റെ പരിശുദ്ധാത്മാവായ സർവേശ്വര ആമേൻ. That he might touch them, and when the disciples saw it, they sternly ordered them to not do it. But Jesus washed his hands and said, "Let the little children come to me, and do not stop them, for it is such as these things that the kingdom of God belongs to. Truly I tell you, whoever does not receive the kingdom of God as his child will never enter." Thanks for listening. ഈശോയേ
മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ. ദ്യോവൊരുക്കുന്നൊരീ വിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമായി ദ്യോവൊരുക്കുന്നൊരീ വിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമായി ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും നീ വേദി ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും നീ വേദി മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ. എനിക്ക് മനോഹരമായ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബൈബിളിലെ 5 അപ്പവും 2 മീനുമെന്ന കഥയാണ് ഓർമ്മ വരുന്നത്. അതിനകത്ത് ആ അത്ഭുതം നടക്കുവാൻ കാരണമായത് നമ്മളൊക്കെ വിചാരിക്കും കർത്താവാണ്. പക്ഷേ അവിടെ അത്ഭുതത്തിന് കാരണമായത് ഒരു ബാലനാണ്. 5000 പേരെ കണ്ടിട്ടും കയ്യിലിരിക്കുന്ന 5 അപ്പവും 2 മീനും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കാൻ തയ്യാറായി കർത്താവിനെ കൊണ്ട് ഏൽപ്പിച്ച ആ ബാലനെ നമുക്കറിയാം. ആ ബാലനെയാണ് ഞാനിന്ന് ലിയോണിലൂടെ നിങ്ങളിലേക്ക് കാണുന്നത്. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ
ലിയോണിൻ്റെ ഹോളി കമ്മ്യൂണിയൻ അതിൻ്റെ ഒരു ചെറിയ ആവശ്യം, അതിൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ മാത്രമാണ് ഞങ്ങളിവിടെ ക്ഷണിച്ചിരിക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എന്താ പറയുക, പല തിരക്കുകളും മാറ്റിവെച്ച് ഈ ചൂടിൽ ഞങ്ങളോടൊപ്പം ഈ വലിയ സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൻ്റെ അകത്ത് ഓരോരുത്തർക്കും എല്ലാവരുടെയും പേരൊക്കെ പറയുന്നില്ല, കുറച്ചുപേരൊക്കെ നേരത്തെ പോയി. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നിന്ന് സ്നേഹത്തോടെ അതിൻ്റെയും എൽഡിയും ലിയോണിൻ്റെയും എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു.